ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഉറുമി വാട്ടർഫോൾസ് ആൻഡ് ഡാമിൻ്റെ അടുത്താണ്. അതിൻ്റെ ഒരു വ്യൂ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഡാമാണ് ഇത്. വെള്ളം ഇപ്പോൾ കുറവാണ്, അത് കാരണം കൊണ്ട് നമുക്ക് അവിടെ ഇറങ്ങി കുളിക്കാം. അവിടെ ആൾക്കാർ ഇറങ്ങി കുളിക്കുന്നതാണ് കാണുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. ഇതിപ്പോൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് നിന്ന് മുക്കം, കൂടരഞ്ഞിയിൽ നിന്ന് നമുക്ക് ഒരു 6-7 കിലോമീറ്റർ ഉള്ളൂ ഉറുമി. കോഴിക്കോട് എന്ന് പറയുകയാണെങ്കിൽ മാവൂർ വഴി വരണം. നിലമ്പൂരിൽ നിന്ന് വഴിയാണെങ്കിലും ഈ പറഞ്ഞ പോലെ മുക്കം അല്ലെങ്കിൽ കൂടരഞ്ഞ് വന്നിട്ട് അങ്ങനെയാണ് പോകാം. ഇവിടെ നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏരിയയാണ് ഈ കാണുന്നത്. വർഷത്തിൽ 7 മാസം ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പിന്നെ അവരവിടെ സോളാർ പ്രൊഡക്ഷനും ഉണ്ട് കേട്ടോ, വൈദ്യുതി. അത് ഈ കാണുന്ന കെട്ടിടത്തിൻ്റെ മുകളിലായിട്ടാണ് സോളാറും ചെയ്യുന്നത്. ഇത് നമ്മുടെ ഡാമിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിന്നിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. ഇവിടെയൊക്കെ വേണ്ട മണ്ണ് അടിഞ്ഞ് കൂടിയൊക്കെയാണ് ഇവിടെയൊക്കെ. ഫോറസ്റ്റ് ഏരിയ ആണിത്. നമ്മൾ നിൽക്കുന്ന ഏരിയയിൽ അങ്ങനെ വന്യമൃഗങ്ങളധികം വരുന്നില്ല. ഇത് അങ്ങോട്ട് ഉള്ളിലോട്ട് പോകണം കുറച്ച് കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, അത് അവസാനമാണ്. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ അങ്ങോട്ട് പോയില്ല. ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ടുള്ള വ്യൂസാണ് എടുത്തിരിക്കുന്നത്. അത് അങ്ങോട്ടേക്കൊരു ഗുഹയാണ്. അങ്ങോട്ട് ആരും പോയതായിട്ട് കണ്ടില്ല. നമുക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു ഇതില്ല. ഇവിടെ നിന്നുള്ള വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ. നമ്മുടെ ടീമുകളൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് വേറെ ടീമുകളാണ്. സ്റ്റീപ്പായിട്ടുള്ള മലയാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ഈ കാണുന്ന മരത്തിൻ്റെ ബാക്കിൽ കൂടി വേണം അപ്പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഞാനതിലെ അങ്ങോട്ട് പോയിട്ടുള്ള വീഡിയോ അവസാന ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു വൈബാണ് കേട്ടോ ഇവിടെ. അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാനുള്ളൊരു വകുപ്പില്ലാത്തതുകൊണ്ടാണ് ഇവിടെ നിന്നിട്ട് സൂം ചെയ്തെടുക്കണത് കേട്ടോ. ആ ഭാഗത്തോട്ട് ആരും പോയി കുളിച്ചത് കണ്ടിട്ടില്ല. അങ്ങോട്ടേക്ക് ആഴം കൂടുതലാണ്. നമ്മളറിയാൻ പാടാത്ത ഒരു ഭാഗത്ത് നമ്മൾ റിസ്ക് എടുത്ത് പോകരുത്. പലരും ഇങ്ങനത്തെ ഒരു ലൊക്കേഷനിൽ പോയി റിസ്ക് എടുത്ത് ആളാവാൻ വേണ്ടി നോക്കും. എന്നിട്ട് ഓരോ അബദ്ധങ്ങൾ പറ്റി ഓരോ രീതിയിലാണ് ഓരോരുത്തർ പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അത് മേലാൽ ആരും ആവർത്തിക്കരുത് കേട്ടോ. ഇങ്ങനത്തെയൊക്കെ സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്തിടുമ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ടീമുകളാണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ലൊക്കേഷൻ കേട്ടോ, മുകളിൽ ചെന്ന് നിൽക്കുന്നത്. കാരണം അവിടെയൊക്കെ കുഴികളൊക്കെ ഉണ്ട് പല സ്ഥലത്തും. ഇതൊക്കെ എന്തോരം ആഴമുണ്ടെന്ന് ഞാൻ നോക്കിയിട്ടില്ല. അവിടെയാണ് നിന്ന് കുളിക്കുന്ന ഏരിയ. അതിൻ്റെ അപ്പുറത്താണ് ഡാം. അപ്പോൾ അത്രയും ഹൈറ്റിലേക്കാണ് ഞാൻ കയറി വന്നിരിക്കുന്നത്. മഴക്കാലത്ത് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റിൽ വെള്ളം വരുന്നതാണ് കേട്ടോ. ആ ഡാം എന്ന് പറഞ്ഞ സ്ഥലം ഓവർഫ്ലോ ചെയ്ത് പോകുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ ഒട്ടും വെള്ളമില്ല. എന്നിട്ട് പോലും ചില സ്ഥലങ്ങൾ അത്യാവശ്യം നല്ല ആഴമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അടുത്ത ഒരു ലൊക്കേഷനിൽ നല്ലൊരു വ്യൂ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. അപ്പോൾ അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ പ്രോത്സാഹനം നമുക്ക് ആവശ്യമാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്